പുള്ളിക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും കാരണമാണ് ഈ ക്ഷേത്രം മാറി മാറി പോകുന്നതെന്നുള്ള അറിയാൻ കഴിഞ്ഞു. എൻ്റെ മൂത്ത മോള് ലൈംഗികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് മോള് കൗൺസിലിംഗ് സ്കൂളിലാണ് പറഞ്ഞത്. ഒളിവിലല്ല, പുള്ളി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞാനല്ലേ കേസ് കൊടുത്തതെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. പുള്ളിയുടെ സ്വാധീനം മൂലം തന്നെയായിരിക്കണം. നമസ്കാരം. വളരെ ഗുരുതരമായ ഒരു പോക്സോ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 1 മാസമായി കയറിയിറങ്ങുന്ന ഒരമ്മ. കേസിൽ FIR ഇട്ടിട്ടും നാളിതുവരെയും പ്രതിയെ കണ്ടെത്താനോ പിടികൂടാനോ പോലീസിന് കഴിഞ്ഞില്ല. ഈ കേസിലെ പ്രതി എന്ന് പറയുന്ന ആളൊരു തിരുമേനിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഈ അമ്മ പറയും. ശരിക്കും ഈ തിരുമേനിയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പരിചയമാവുന്നത്? എൻ്റെ ആദ്യ ഭർത്താവ് ഡൈവോഴ്സിന് വേണ്ടി കൊടുത്ത്, ഡൈവോഴ്സ് ആവാൻ വിധി വരുന്നതിന് ഒരു 2 മാസം മുമ്പാണ് തിരുമേനി എൻ്റെ അടുത്ത വീട്ടിലൊരു പയ്യൻ മുഖേനയാണ് പരിചയപ്പെടുന്നത്. അവനാണ് തിരുമേനിയെ കൊണ്ടുവന്ന് പ്രശ്നം എടുപ്പിച്ച് പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഡൈവോഴ്സ് അനുവദിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. അതിനുശേഷം ഡൈവോഴ്സ് അനുവദിച്ചു. പിന്നെ തിരുമേനി എന്നെ വിവാഹം കഴിച്ചു. അതായത് ഭർത്താവിന് ഡിവോഴ്സ് ആകണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ പൂജ ചെയ്യാൻ പോയി, പക്ഷെ അവസാനം ഇദ്ദേഹം നിങ്ങളെ കല്യാണം കഴിച്ചു. അതെ അതെ അതെ. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് പുള്ളിക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ കാരണമാണ് ഈ ക്ഷേത്രം മാറി മാറി പോകുന്നതെന്നുള്ള അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം എൻ്റെ പുള്ളിയിലുണ്ട 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അപ്പം അതിൽ മോൻ്റെ മോശമായ ചിത്രങ്ങളൊക്കെ എടുത്ത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ അയക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് കാണാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഒരു FIR ഇടേണ്ട സാഹചര്യം എന്തായിരുന്നു? ഇപ്പം FIR ഇട്ടിരിക്കുന്ന എൻ്റെ മൂത്ത മോളെ ലൈംഗികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് മോള് കൗൺസിലിംഗ് സ്കൂളിലാണ് പറഞ്ഞത്. അപ്പം അവിടെ നിന്നാണ് ചൈൽഡ് ലൈനിൽ അവരറിയിച്ച് അവിടുന്ന് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് ചെയ്തത്. അതിന് പ്രകാരം അവർ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമോ? സ്വഭാവത്തിൽ മാറ്റം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ സ്വഭാവത്തിൽ മാറ്റം കണ്ട സമയത്ത് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ സ്റ്റേഷനിൽ പോയി പറയുകയും അവിടുന്ന് പോലീസുകാർ വന്ന് മോളുമായിട്ട് സംസാരിച്ച്, അപ്പം അവർ മോൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം സ്കൂളിൽ വെച്ച് മോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശാരീരികമായിട്ടും ലൈംഗികമായിട്ടൊക്കെ 2ാം ഭർത്താവ് ഉപദ്രവിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കേസിലാണ് ഇപ്പോൾ FIR ഇട്ടേക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ നാളിതുവരെയായിട്ടും എന്നായിരുന്നു FIR ഇട്ടത്? ഡിസംബർ 24-ാം തീയതി FIR ഇട്ടു. അതിനുശേഷം ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുള്ളി അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജനുവരി 6-ാം തീയതി ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DYSPക്ക് കൊടുത്തു, SP-ക്ക് കൊടുത്തു. എന്നിട്ടൊന്നും പുള്ളി അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ മോനെ ഉപദ്രവിച്ചിട്ട് പരാതി 2023 കൊടുത്തിരുന്നു. അതിൽ FIR ഇട്ട് ഇപ്പോൾ നിലവിൽ പോക്സോ കേസും മോൻ്റെ കേസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അവർ കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിൽ കോടതിയിൽ പേപ്പർ കൊടുക്കുകയാണ് ചെയ്തത്. അവിടുന്ന് കോടതിയിൽ സമൻസ് വന്നിട്ട് പുള്ളി കോടതിയിൽ പോയി ജാമ്യം എടുത്ത് പോവുകയാണ് ചെയ്തത്. മറ്റേതെങ്കിലും സ്ത്രീ വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഏത് ക്ഷേത്രത്തിൽ നിന്നാലും സ്ത്രീകളുടെ വിഷയത്തിന്റെ പേരിലാണ് ക്ഷേത്രം മാറിപ്പോണത്. ഞാൻ പല ക്ഷേത്രങ്ങളിലും പരാതി എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കേസുകളൊക്കെ ഉണ്ട്? അങ്ങനെ കേസുകളുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത്രയും നാളായിട്ടും ഈ കേസിൽ പോലീസ് ഒരു മാസം പിന്നിടുന്നു അല്ലേ ഏകദേശം? അതെ അതെ. അതിനകത്ത് ഇപ്പം മോള് കൊടുത്ത പരാതിയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോനെ ഉപദ്രവിച്ചതിന് ഞാൻ കൊടുത്ത കേസ് അന്ന് വരെയാണ് മോളെ ഉപദ്രവിച്ചതെന്ന് വ്യക്തമായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ആ കേസിൽ പുള്ളി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കേസും കൂടെ അന്ന് തെളിഞ്ഞു വരേണ്ട കേസാണ്. അന്നും ഇതുപോലെ പോലീസ് തന്നെ വീഴ്ച വരുത്തി അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പോക്സോ കേസായിട്ട് പോലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വിമുഖത കാണിക്കുന്നത്? പുള്ളിയുടെ സ്വാധീനം മൂലം തന്നെ ആയിരിക്കണം. സ്വാധീനം ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകളാണ്. നിങ്ങളായിട്ട് ഇപ്പോഴും അവൈലബിൾ ആണോ? കോൺടാക്ട് ഉണ്ട്? അതെ അതെ, കോൺടാക്ട് ഉണ്ട്. ഓക്കെ. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു നമ്പറും സ്വിച്ച് ഓഫ് അല്ലാത്തൊരു ഫോണും ഒക്കെ ഉണ്ട്? ഉണ്ട്. ഒളിവിലല്ല, പുള്ളി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞാനല്ലേ കേസ് കൊടുത്തതെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. അതിന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിനും അവരെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ.
അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഏതായാലും വലിയ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം വളരെ അപൂർവമായിട്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ്. ഈ കേസിൽ ഇതുവരെയായിട്ടും FIR ഇട്ട് ഇതുവരെയായിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല പ്രതി എന്ന് പറയുന്ന ആൾ ഇവരുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ല, ഇയാൾ ഒളിവിലല്ല, ഇയാൾ ഇപ്പോഴും ഈ തുടർന്നുള്ള ഇദ്ദേഹത്തിന്റെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും ഇയാളെ കണ്ടെത്താനോ പിടികൂടാനോ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ കേസിൽ ഇവർക്ക് നീതി ലഭിക്കട്ടെ. ഈ കേസിന്റെ അതായത് ഇതൊരു പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ എല്ലാ ഇരയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അത്രയും രീതിയിലാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ഏതായാലും ഇവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കും. ക്യാമറമാൻ അഗ്നി ജ്വലിനൊപ്പം ബിൽവൻ വിസ്മയ ന്യൂസ്.